നമസ്കാരം. പാകിസ്ഥാൻ സൈനിക മേധാവിയെ വൈറ്റ് ഹൗസിൽ ഉച്ചഭക്ഷണത്തിന് ക്ഷണിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മോദി ഉൾപ്പെടെ ട്രംപിനെ കാണാൻ ഉദ്ദേശിച്ചുകൂടി G7 ഉച്ചകോടിക്കെത്തിയ നേതാക്കന്മാരെ ഒക്കെ തഴഞ്ഞിട്ട് വ്യക്തമായ കാരണം പറയാതെ ട്രംപ് അമേരിക്കയിലേക്ക് തിരിച്ചുപോയിരുന്നു. ഇറാൻ-ഇസ്രായേൽ യുദ്ധം നടക്കുന്ന പശ്ചാത്തലത്തിൽ യുദ്ധത്തിൽ ഇടപെടാനും ഇസ്രായേലിനെ സഹായിക്കാനുമാണ് തിളക്കപ്പെട്ടുള്ള മടക്കമെന്ന് പല ഭാഗത്തു നിന്നും അഭ്യൂഹങ്ങൾ ഉയർന്നുവെങ്കിലും അങ്ങനെയല്ല എന്ന് ട്രംപ് തന്നെ പിന്നീട് വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ശശി തരൂരിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള വിവിധ നേതാക്കന്മാർ അമേരിക്കയിലെത്തി ഇന്ത്യയെ യുദ്ധത്തിലേക്ക് നയിച്ച കാരണങ്ങൾ വിശദീകരിച്ചിരുന്നു. എന്നാൽ തന്റെ ആവശ്യപ്രകാരമാണ് യുദ്ധം അവസാനിപ്പിച്ചത് എന്നുള്ള വാദങ്ങളിൽ അപ്പോഴും ട്രംപ് ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. അതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിക്ക് ഫോണിൽ കൂടി മാത്രമാണ് ട്രംപിനെ ബന്ധപ്പെടാൻ സാധിച്ചത്. ഇന്ത്യ പാക് വെടിനിർത്തൽ ഉണ്ടായത് ട്രംപ് പറഞ്ഞതുകൊണ്ടല്ല എന്നും അത് പാകിസ്ഥാന്റെ അഭ്യർത്ഥന മാനിച്ചാണ് എന്നും മോദി വ്യക്തമാക്കിയിരുന്നു. ഇത്തരത്തിൽ മോദിയും ട്രംപും തമ്മിൽ അരമണിക്കൂർ നീണ്ട ഫോൺ സംഭാഷണം നടന്നതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ സൈനിക മേധാവിക്ക് വലിയ സ്വീകാര്യത കൊടുക്കാൻ ട്രംപ് ഒരുങ്ങുന്നത്. ഇന്ത്യ വെടിനിർത്തൽ നടത്തിയത് ട്രംപ് പറഞ്ഞിട്ടാണെന്നും അതിന് സഹായിച്ച ട്രംപിന് നന്ദിയും അറിയിച്ചുകൊണ്ട് പാകിസ്ഥാൻ സൈനിക മേധാവി ഇതിനു മുൻപ് രംഗത്ത് വന്നിരുന്നു. സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ അമേരിക്കയുടെ സഹായവും അഭ്യർത്ഥിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ തിടുക്കപ്പെട്ട് കൂടിക്കാഴ്ച നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനു പിന്നിൽ അമേരിക്കയും പാകിസ്ഥാനും മാത്രം ചർച്ച ചെയ്യുന്ന എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. വൈറ്റ് ഹൗസിലെ ക്യാബിനറ്റ് റൂമിൽ അമേരിക്കൻ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 1 മണിക്കാണ് സൈനിക മേധാവി അസീം മുനീറിനെ ക്ഷണിച്ചിരിക്കുന്നത്. പതിവില്ലാത്ത ട്രംപിന്റെ നീക്കത്തെ പാകിസ്ഥാന്റെ നയതന്ത്ര വിജയമായാണ് പാക് മാധ്യമങ്ങൾ ആഘോഷിക്കുന്നത്. കാനഡയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് വെട്ടിച്ചുരുക്കി ട്രംപ് നേരത്തെ മടങ്ങിയത് ഇതിനാണോ എന്നുള്ള ആശങ്കകളും നിലനിൽക്കുന്നു. ഇസ്രായേൽ-ഇറാൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ട്രംപ് കാനഡയിൽ നിന്ന് നേരത്തെ മടങ്ങിയെന്ന റിപ്പോർട്ടുകളെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ സൈനിക മേധാവിയുടെ ക്ഷണത്തിനു വേണ്ടിയാണ് ട്രംപ് മടങ്ങിയതെന്നുള്ള വാർത്തകൾ ഇടം പിടിക്കുന്നത്. ഇപ്പോൾ അമേരിക്കയിലുള്ള അസീം മുനീർ അമേരിക്കയിലെ പാകിസ്ഥാൻ വംശജരുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പഹൽഗാമിലെ ഭീകരാക്രമണത്തിനു പിന്നിൽ പാകിസ്ഥാനാണെന്ന് ഇന്ത്യ തെളിവുകൾ നിരത്തി സ്ഥാപിച്ചിട്ടും അത് നിഷേധിക്കുന്ന സമീപനമാണ് സൈനിക മേധാവി അവിടെയും സ്വീകരിച്ചത്. 1959 അയൂബ് ഖാന് ശേഷം ആദ്യമായി ഫീൽഡ് മാർഷൽ പദവിയിലെത്തിയ സൈനിക ഉദ്യോഗസ്ഥനാണ് അസീം മുനീർ. പാകിസ്ഥാന്റെ ചരിത്രത്തിൽ ഈ പദവിയിലെത്തുന്ന 2ാമത്തെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ സംഘർഷമുണ്ടായി ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ സ്ഥാനക്കയറ്റം ലഭിച്ചത്. ഇന്ത്യ പാക് വെടിനിർത്തൽ നിലവിൽ വന്നതിനു ശേഷമുള്ള മുനീറിന്റെ ആദ്യ US സന്ദർശനമാണിത്. അസീം മുനീറുമായുള്ള കൂടിക്കാഴ്ചയുടെ റിപ്പോർട്ടുകൾ ഏറെ ആകാംക്ഷയോടുകൂടിയാണ് ഇന്ത്യയും ഉറ്റുനോക്കുന്നത്. അതേസമയം US മിലിറ്ററി പരേഡിന് പാക് സൈനിക മേധാവിക്ക് ക്ഷണം ലഭിച്ചുവെന്ന റിപ്പോർട്ടുകൾ വൈറ്റ് ഹൗസ് തള്ളിയിരുന്നു. ഒരു വിദേശ സൈനിക നേതാക്കളെയും പരേഡിന് ക്ഷണിച്ചിട്ടില്ല എന്നും വൈറ്റ് ഹൗസ് വ്യക്തമാക്കിയിരുന്നു. ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ ഇന്ത്യയിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചതിന് പിന്നാലെയായിരുന്നു US വിശദീകരണം നൽകിയത്. ഇന്ത്യക്കെതിരെയുള്ള പടയൊരുക്കം അണിയറയിൽ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഇനി കാത്തിരുന്ന് കാണണം.